ഒരു വീട് സ്വന്തമാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതെല്ലാം തന്നെ ഈ വീട് കൊണ്ട് അറിയാൻ കഴിയും. സൂപ്പർ ഫാസ്റ്റ് ബസ് പോകുന്ന മെയിൻ റോഡിന് തൊട്ടടുത്തായി അതിഗംഭീരമായി തീർത്തിട്ടുള്ള ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റിനുള്ളിൽ തികച്ച സ്പേഷ്യസ് ആയി 4 ബെഡ്റൂമുകളും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു കോമൺ ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും ഒക്കെയായി വളരെ അടിപൊളിയായി നിർമ്മിച്ചിരിക്കുന്ന മുട്ടായി പോലത്തെ ഒരു കിട്ടിലെ വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് കരിപ്പൂർ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിന്റെ റോഡ് സൈഡിലായി തന്നെയാണ് ഈ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ താമസമുള്ളതും വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതുമായ നിലവിൽ 20ഓളം വീടുകൾ അടങ്ങുന്ന ഒരു പ്രോജക്റ്റിനുള്ളിലാണ് ഈ ഒരു 4 BHK വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത് പോലെ സൂപ്പർ ഫാസ്റ്റ് ബസ് പോകുന്ന മെയിൻ ബസ് റൂട്ടിന്റെ റോഡ് സൈഡിലായി തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു പ്രോജക്റ്റിന്റെ മുഴുവൻ വർക്കും പൂർത്തിയാകാനുണ്ട്. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും മുഴുവനായി ടാർ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയായിരിക്കും ഇത്. തികച്ച സ്പേഷ്യസ് ആയ ഈ ഒരു 4 BHK വീടുകളിൽ ഒരു യൂട്ടിലിറ്റി സ്പേസും കിച്ചണും ബാൽക്കണിയും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. കാണുന്നത് പോലെ വീടിന്റെ ഫ്രണ്ട് ഫസേഡ് മുഴുവനായി നല്ല പ്രീമിയം ലുക്കിൽ മോഡേൺ ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ പുറമേ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വീടിന്റെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ കഴിയും. ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾക്ക് നേരിട്ട് വന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെയാണ്. വീടിന്റെ കോമ്പൗണ്ട് വാൾ മുതൽ സിമ്പിൾ ആൻഡ് എലിഗന്റ് ആയ ഡിസൈൻസ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. വീടിന്റെ എല്ലാ കോർണേഴ്സിലും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിങ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ വിശാലമായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 4.25 സെന്റിലാണ്. നല്ല വീതിയിലുള്ള ഒരു സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റിലൂടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മുഴുവനായി കല്ലുകളും പുല്ലുകളും ഒക്കെ പായിക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ മുന്നിലായി തന്നെ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണർ കാണാൻ കഴിയും. ഇതുകൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. പല പൊസിഷൻസിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് തന്നെ 2 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിന്റെ മുഴുവൻ ഡിസൈനിങ്ങും നാച്ചുറലിന്റെ ഗ്രീനറി ഒക്കെ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സിമ്പിൾ ആൻഡ് എലിഗന്റ് ആയ മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശാലമായ ഹാളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ തന്നെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. കാണുന്നത് പോലെ മുഴുവനായി പ്രീമിയം വുഡൻ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വോം LED ലൈറ്റിംഗ്സും ഈ ഏരിയ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. ഗ്രൗണ്ട് ഫ്ലോറിലാകെ മൊത്തം ഒരു ഹോളും ഒരു ഡൈനിങ് ഏരിയയും ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും 2 ബെഡ്റൂമുകളും 2 അറ്റാച്ച്ഡ് ബാത്റൂമുകളുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും വേണമെന്നുള്ളത് പലരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അങ്ങനെ ഇരിക്കെ 2 ബെഡ്റൂമുകളും ഈക്വലി സ്പേഷ്യസും എഫിഷ്യന്റുമായി തന്നെ നിർമ്മിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷനിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസ് ഏരിയയിൽ ഒരു സൈഡിലെ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ തടി കൊണ്ട് കവർ ചെയ്തിട്ടുള്ള മെയിൻ അട്രാക്ഷനായി ഈ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റെയർകേസ് ഏരിയയും വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസും മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും കാണാൻ കഴിയും. കാണുന്ന പോലെ തികച്ച സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് സ്പേസ് ഏരിയയും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് വീടിനുള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയാത്ത ലൊക്കേഷനിലായി വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർകേസിൽ തന്നെ ഇൻബിൽഡ് ആയ കബോർഡ് വർക്ക്സും ഷോക്കേസും ഷെൽഫ്സും കൊടുത്തിട്ടുണ്ട്. കാണുന്നത് പോലെ വീടിനുള്ളിലെ മറ്റ് സ്പേസുകളെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയി തന്നെയാണ് വാഷിംഗ് ഏരിയയും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനും പൈപ്പ് ഫിറ്റിംഗ്സിനും ഒക്കെ തന്നെ സെറയുടെ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ തീർത്തും സ്പേഷ്യസ് ആയി എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക്സും ഒരു സൈഡിലെ വോൾ മുഴുവനായി കവർ ചെയ്യുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർഡ്രോബും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാണാൻ കഴിയുന്നത് പോലെ തികച്ചും വിശാലമായ സ്പേഷ്യസ് ബെഡ്റൂമുകൾ തന്നെയാണ് വീടിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഏകദേശം 15x11 ഫീറ്റ് ഡയമെൻഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാണാൻ കഴിയുന്നത് പോലെ എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ബാത്റൂംസിലും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തരം സാനിറ്ററി ഫിക്സേഴ്സിനും സെറയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ 2ാമത്തെ ബെഡ്റൂമാണ്. ആദ്യം കണ്ട ബെഡ്റൂമിന് സിമിലർ ആയി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസിന്റെ ഡോർസും ഒക്കെ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത് കാണാൻ കഴിയും. ഈ ഒരു ബാത്റൂമിൽ നോക്കിയാലും നല്ല എലിഗന്റ് ലുക്കിലുള്ള ഫ്ലോർ ടൈൽസും വോൾ ടൈൽസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രീമിയം ടച്ചോട് കൂടി തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ വീടിനൊരു കോമൺ ബാത്റൂം കൂടെ ഇപ്പൊ കാണിച്ചാൽ വെയിറ്റ് ചെയ്തോ. ഇനി ഇവിടെ കാണുന്നത് ആദ്യമേ പറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു പോർഷൻ തന്നെ തീർത്തും അട്രാക്റ്റീവായി തന്നെയാണ് തീർത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലേക്ക് സെർവിംഗ് ഒക്കെ ഈസി ആക്കാൻ ഒരു സെർവിംഗ് ടേബിളും അവിടെ തന്നെ ഷോക്കേസിംഗ് ഓപ്ഷൻസും സ്റ്റോറേജ് ഓപ്ഷൻസും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് തികച്ചും എഫിഷ്യന്റ് ആയിട്ട് തന്നെ ഒരു കബോർഡ് വർക്ക് തീർത്തിട്ടുണ്ട്. കിച്ചൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എത്ര സുപ്രീം ക്വാളിറ്റിയിലും പ്രീമിയം ലുക്കിലുമാണ് ഈ വീട് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്. കിച്ചണിൽ ഒരു കൗണ്ടർ സ്ലാബും ടോൾ യൂണിറ്റും ഒരു 4 ബർണർ കുക്ക് ടോപ്പും സ്മോക്ക് എക്സോസ്റ്റിനായുള്ള ചിമ്മിനിയും ഒരു മൾട്ടിപർപ്പസ് സിങ്കും കൊടുത്തുകൊണ്ട് എന്തിനും ഏതിനും ആപ്റ്റ് ആയ ഒരു ഹൈ എൻഡ് കിച്ചൺ തന്നെ ഇവിടെ തീർത്തു വെച്ചിട്ടുണ്ട്. ഇതിന് പുറത്തേക്ക് വന്നാൽ ഒരു വർക്ക് ഏരിയ
കൂടെ കൊടുത്തിരിക്കുകയാണ്. വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഒരു ബാക്ക്യാർഡ് ഏരിയയിലേക്കാണ്. വീടിന്റെ ചുറ്റുമുള്ള പോർഷൻസിലും ടൈൽസ് ഒക്കെ പാകിക്കൊണ്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്ക്യാർഡിൽ തന്നെ നനകല്ലും വാഷിംഗ് ഏരിയയും LPG സിലിണ്ടേഴ്സ് ഒക്കെ വയ്ക്കാനുള്ള കേജസും വീടിന്റെ ആ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. വീടിന്റെ ഏറ്റവും വലിയൊരു ഫാൻസി അട്രാക്ഷൻ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയ. സ്റ്റെയർ കേസ് ഏരിയയുടെ ഫ്ലോറിംഗും ഹാൻഡിൽസും ഒക്കെ തന്നെ തടിയിലാണ് തീർത്തിട്ടുള്ളത്. ഇത് വീടിന്റെ ആ ഒരു പ്രീമിയം വാല്യൂ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്ക്സ് സ്പേസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിനും വോൾസിലായി കൊടുത്തിരിക്കുന്ന വോൾ ഓപ്പണിംഗ്സ് വീടിന്റെ വാസ്തുവിൽ നല്ലൊരു ഭാഗം വഹിക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, വീട് മുഴുവനായി തീർത്തും വാസ്തുപരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഏരിയയുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ വിശാലമായ ഒരു ഫസ്റ്റ് ഫ്ലോർ ഹോൾ തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോർ ഹോളിലെ പല പൊസിഷൻസ് പല കാര്യങ്ങൾക്കായി യൂസ് ചെയ്യാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയ ഒരു ലിവിംഗ് സ്പേസ് ഏരിയയും ഒരു സ്റ്റഡി ഏരിയയും മറ്റെന്തെങ്കിലും കാര്യത്തിനായി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു സിമിലർ ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൽ സ്പേസിനെ ഒക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതിനായി സഹായിച്ചിരിക്കുന്ന വോൾ ക്ലാഡിംഗ് ഒക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വീടിന്റെ പല പൊസിഷൻസിലായി വുഡൻ തീമിലുള്ള ക്ലാഡിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് വീടിന്റെ ആ ഒരു പ്രീമിയം ലുക്ക് നിലനിർത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. ഫസ്റ്റ് ഫ്ലോറിലാകുമ്പോൾ 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മൾട്ടിപർപ്പസ് യൂട്ടിലിറ്റി റൂമും വിശാലമായ ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് കരിപ്പൂർ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിന്റെ റോഡ് സൈഡിലെ തന്നെയാണ് ഈ ഒരു റെസിഡൻഷ്യൽ പ്രോജക്ട് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നിലവിൽ താമസമായതും വർക്ക് കണ്ടിന്യൂ ചെയ്തതുമായ 20ഓളം വീടുകൾ അടങ്ങുന്ന ഒരു ഓൺഗോയിങ് റെസിഡൻഷ്യൽ പ്രോജക്ടിന്റെ ഭാഗമാണ് ഈ ഒരു വീടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വീട് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിന് സമീപത്തായിട്ട് തന്നെ ഒരുപാട് റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളും കൊമേഴ്ഷ്യൽ പ്രോജക്ട്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാൻഡ് വാല്യൂ ഒക്കെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് അധികം കൂടാൻ സാധ്യതയുണ്ട്. ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആ റോഡിൽ തന്നെ ബസ് സ്റ്റോപ്പും അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിളുമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു 150 മീറ്റർ അപ്പുറത്ത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന പെട്രോൾ പമ്പും അവൈലബിൾ ആണ്. തികച്ചും ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ഫ്രണ്ട്ലി ലൊക്കേഷൻ, എല്ലാത്തരം നെസസറി സർവീസസും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ സൗകര്യം ലഭിക്കുന്ന, എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സുപ്രീം ബിൽഡ് ക്വാളിറ്റിയിലും പ്രീമിയം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലും ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് തരുന്ന ഈ ഒരു 4 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 1,15,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വിസിറ്റ് ചെയ്യുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസിനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെയും മറ്റ് ലൊക്കേഷനിലുമായി സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വീടുകളൊക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.